കർത്താവെ അരുളിച്ചെയ്താലും അടിയങ്ങൾ കേൾക്കുന്നു. കർത്താവെ, എന്തുകൊണ്ടാണ് പലപ്പോഴും ആത്മീയ വരൾച്ച അനുഭവപ്പെടുന്നത്? മക്കളെ, എൻ്റെ സാന്നിധ്യത്തിനു വേണ്ടിയുള്ള മക്കളുടെ ഹൃദയത്തിലെ അമിത താൽപ്പര്യത്തിൻ്റെ ലക്ഷണമാണ് ആത്മീയ വരൾച്ച. നീർത്തോടുകളിലേക്ക് ഓടുവാൻ മാനിന് ദാഹമുണ്ടാകുന്നത് പോലെയാണ് ഇത്. ആത്മീയ ജീവിതത്തിൽ മടുപ്പും വിരസതയും തോന്നുമ്പോൾ മരുപ്പച്ചയും സ്വച്ഛജലപ്രവാഹവുമായി ഞാൻ മക്കളുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ദിവസവും ആകാശത്ത് നിന്ന് മന്ന നൽകിയതുപോലെ നിങ്ങളുടെ ആത്മീയ വരൾച്ചയിലും ദാഹത്തിലും ഞാൻ മുടങ്ങാതെ എൻ്റെ കൃപ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കർത്താവെ, പ്രതികൂലതകൾ വർദ്ധിക്കുമ്പോൾ ആരാധനയിലെ സാന്നിധ്യബോധവും ആത്മസമർപ്പണത്തിൻ്റെ കണ്ണുനീരും പ്രാർത്ഥനയിലെ ഊഷ്മളതയുമൊക്കെ നഷ്ടമാകുന്നത് എന്തുകൊണ്ടാണ്? കുഞ്ഞെ, അതൊക്കെ ജഡീക മനസ്സിൻ്റെ ക്ഷുദ്ര ചിന്തകളാണ്. നീ എനിക്കും ഞാൻ നിനക്കും ഒരിക്കലും നഷ്ടപ്പെടില്ല. നീ ഇപ്പോഴും വിശ്വാസ പാതയിലൂടെ തന്നെയാണ് നടക്കുന്നത്. നീ മനസ്സിലാക്കുന്നതിലും അധികമായി എന്നെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ഹൃദയം നിനക്കുണ്ട്. വികാരങ്ങൾ മങ്ങിപ്പോകുമ്പോഴും ആത്മാവ് മരവിച്ചതായി തോന്നുമ്പോഴും എന്നിലുള്ള നിൻ്റെ വിശ്വാസം നഷ്ടപ്പെടില്ല. അതൊരിക്കലും മങ്ങിപ്പോകാത്തതാണ്. നിൻ്റെ വികാരങ്ങൾ കൊണ്ടല്ല, ഞാൻ നിൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കുന്ന ശക്തിയാലാണ് ഞാൻ നിന്നിലും നീ എന്നിലുമായിരിക്കുന്നത്. ഈ ബന്ധം തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല കുഞ്ഞെ. ഹൃദയം വറ്റി വരണ്ടതായി തോന്നുമ്പോൾ കർത്താവെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ എൻ്റെ വചനം വായിക്കണം. വാക്കുകൾ കിട്ടാതെ വരുമ്പോഴും പ്രാർത്ഥന തുടരണം. നിരാശയും നിസ്സഹായതയും തളർത്തുമ്പോഴും ഏൽപ്പിച്ച നിയോഗങ്ങളിൽ വിശ്വസ്തരായി തുടരണം. നിങ്ങളുടെ വരണ്ട നിലങ്ങളിലേക്ക് ഞാൻ ജീവജല നദി ഒഴുക്കും. കർത്താവെ, കുറ്റബോധം പലപ്പോഴും അങ്ങയിൽ നിന്നും അകറ്റുന്നത് പോലെ തോന്നാറുണ്ട്. കുഞ്ഞെ, എന്നിൽ നിന്നും അകന്നു പോകാൻ നിനക്കൊരിക്കലും കഴിയില്ല. നീ പോലും അറിയാത്ത, മനസ്സിലാക്കാത്ത ആത്മാവിൻ്റെ ആത്മബന്ധത്തിലാണ് നമ്മൾ. എൻ്റെ സ്നേഹത്തിനും സാന്നിധ്യത്തിനും വേണ്ടിയുള്ള ആഗ്രഹവും അന്വേഷണവുമാണ് ആരാധന. എന്തുകൊണ്ടാണ് നീ എന്നെ രക്ഷിക്കുന്നതിൽ നിന്ന് ഇത്ര അകലെ ആയിരിക്കുന്നത് എന്ന് ദാവീദ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ടും അവൻ എന്നും എൻ്റെ ഹൃദയത്തെ പിന്തുടരുന്ന പ്രിയ മാനസനായിരുന്നു. കുഞ്ഞെ, നീ എന്നിലും ഞാൻ നിന്നിലും വസിക്കുമ്പോൾ ഒരു ശക്തിക്കും
എന്നെ നിന്നിൽ നിന്നും അകറ്റുവാൻ കഴിയില്ല. നീ എൻ്റെ സ്വന്തമാണ്, മുന്തിരിവള്ളിയിലെ ശാഖയാണ്. മരണത്തിന് പോലും അകറ്റുവാൻ കഴിയാത്ത നിസ്തുല ബന്ധമാണ് നമ്മുടേത്. നിന്റെ സത്യസന്ധതയാണ് എനിക്കുള്ള വഴിപാട്. ആമീൻ കർത്താവേ. ഹൃദയ വരൾച്ചയിലും ഏകാന്തതയിലും എൻ്റെ ആത്മാവ് നിന്നെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ നിൻ്റെ ഹൃദയത്തിൽ മുൻമഴയും പിന്മഴയും നൽകും, തുടർച്ചയായി നൽകും. ആഴങ്ങൾ തേടുന്ന ഞാൻ നിൻ്റെ ഹൃദയമരുഭൂമിയിൽ നീരുറവകൾ പുറപ്പെടുവിക്കും. നിൻ്റെ ആത്മാവിൽ എൻ്റെ സമാധാനവും സ്നേഹവും സന്തോഷവും കൊണ്ട് ഞാൻ നിരന്തരം നിറയ്ക്കും. നിൻ്റെ ഹൃദയം ജീവിതകാലം മുഴുവനും നിറഞ്ഞ് കവിഞ്ഞുകൊണ്ടിരിക്കും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം പരിശോധിക്കുന്ന സമയങ്ങളാണ് ചിന്തകളിലെയും വികാരങ്ങളിലെയും വരണ്ട കാലങ്ങൾ. അവ ആത്മീയ സന്തോഷമില്ലാതാക്കും, നിരാശയും ഉണ്ടാക്കും. വൈകാരിക മരവിപ്പിലും ദൈവ ചൈതന്യം നഷ്ടമാകുന്നില്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് ദൈവം ചിലപ്പോൾ വരൾച്ചയെ അനുവദിക്കുന്നത്. വിശ്വാസ ജീവിതപ്പടകിൽ നമുക്ക് പ്രിയനോടൊത്ത് ആത്മീയ യാത്ര തുടരാം. കൊടുങ്കാറ്റും തിരമാലകളും നമുക്ക് ചുറ്റും പ്രതിസന്ധികൾ ഉയർത്തുമ്പോഴും നമ്മൾ തനിച്ചല്ല. സർവശക്തൻ നമ്മോടൊപ്പം എന്നുമെന്നും ഉണ്ടായിരിക്കും. യെശയ്യാ 41. ദരിദ്രരും നിരാലംബരും ജലമന്വേഷിച്ച് കണ്ടെത്താതെ ദാഹത്താൽ നാവ് വരണ്ടു പോകുമ്പോൾ കർത്താവായ ഞാൻ അവർക്ക് ഉത്തരം അരുളും. ഇസ്രായേലിൻ്റെ ദൈവമായ ഞാൻ അവരെ കൈവെടിയില്ല. പാഴ്മലകളിൽ നദികളും താഴ്വരകളുടെ മധ്യേ ഉറവുകളും ഞാൻ ഉണ്ടാക്കും. മരുഭൂമിയെ ജലാശയവും വരണ്ട പ്രദേശത്തെ നീരുറവയും ആക്കും. 63-ാം സങ്കീർത്തനം. ദൈവമേ, അവിടുന്നാണ് എൻ്റെ ദൈവം. ഞാൻ അങ്ങയെ തേടുന്നു. എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മുടെ ശരീര മനസ്സുകളിലെ വരൾച്ചയും ദാഹവും സമ്പുഷ്ടമാക്കട്ടെ. ശുഭാശംസകളോടെ AP ജോർജച്ചൻ.